ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചെറിയ ഒരു ടിപ്സുമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാൽ കൂടി ചില സമയങ്ങളിൽ ഒരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിൻ്റെ എല്ലാ ആറ്റിറ്റ്യൂഡും കാണിക്കുന്ന പ്രൊഫൈലുള്ള ഒരു ബേർഡ് ചിലപ്പോൾ ഫീമെയിൽ ആവാം, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എല്ലാ ആറ്റിറ്റ്യൂഡും പ്രൊഫൈലും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്ന എല്ലാ അടയാളങ്ങളും കാണിക്കുന്ന ഒരു ബേർഡ് ചിലപ്പോൾ മെയിലാവാം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇത് മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ്. അതേപോലെ ബ്രീഡ് ചെയ്ത് കുട്ടികളെ നമ്മൾ തരംതിരിക്കുന്ന സമയത്ത് മെയിൽ ലോഫ്റ്റിലേക്ക് ഫീമെയിൽ ലോഫ്റ്റിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഫീമെയിലും മെയിലും ഒക്കെ തരംതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴി, ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല, ഓക്കെ, പഴയ ഫാൻസീസ് കണ്ടുപിടിച്ച് അവർ എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും. ആ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഒരു ആണി എടുക്കുക, ഇത്ര വന്നൊരു ആണി എടുക്കുക, ഒരു നൂലും എടുക്കുക. ഈ നൂല് ഈ ആണിയിൽ കെട്ടുക. കെട്ടിയതിന് ശേഷം നമുക്ക് ഏത് ബേഡിനെയാണോ നോക്കേണ്ടത് ആ ബേഡിനെ നമ്മൾ കയ്യിലെടുക്കുക. ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. അപ്പോൾ ആ ബേഡിനെ ഞാൻ പിടിക്കാൻ പോകണം. ഇപ്പം ഞാൻ പിടിക്കാൻ പോകുന്ന ബേഡ് എങ്ങനെയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ബേഡ് വന്നിട്ട് മെയിൽ ബേഡാണ്. ഇത് മെയിൽ ബേഡാണ്. ഓക്കെ, ഈ മെയിൽ ബേഡിൻ്റെ കയ്യിലെടുക്കുക. നമ്മുടെ ചെരുപ്പ് ഇടരുത്, ചെരുപ്പ് അഴിച്ചു വെക്കുക. അതുപോലെ നമുക്കൊരു എർത്ത് കിട്ടണം, നമ്മുടെ നിലമായിട്ട് ഫ്ലോറുമായിട്ട് ഒരു എർത്ത്, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെരുപ്പ് അഴിച്ചു വയ്ക്കാൻ പറയുന്നത്. ഓക്കെ, ചെരുപ്പ് അഴിച്ചു വയ്ക്കുക. അതുപോലെ ഈ ഫ്ലോറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, അപ്പോൾ അത് എർത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഈ ആണി നൂല് ഇങ്ങനെ പിടിക്കുക. ഈ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിലേക്ക് ഇത് കൊണ്ടുവരിക. ടച്ച് ആവരുത്, ബേഡിനെ ടച്ച് ആവരുത്, നമ്മൾ കൈ ഇളക്കരുത്. ഇത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് പിടിച്ചോ. ഈ ആണി അതിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ബേഡിൻ്റെ ഹെഡിൻ്റെ അവിടെ നിന്ന് വാലിലേക്കാണ് ഇത് ആടിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് മീൻസ് ഇത് മെയിലാണ്, കൺഫേം 100% ഇത് മെയിലാണ്. അതുകൊണ്ടാണ് ഈ ഡയറക്ഷൻ, ഈ ആണിയുടെ ഡയറക്ഷൻ ഇങ്ങനെ ആവുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഫീമെയിലിനെ പിടിച്ചു നോക്കാം. ഇതൊരു ഫീമെയിൽ ബേഡാണ്. ഇതിനെ നമുക്ക് അതേപോലെ പിടിച്ചു നോക്കാം. നമ്മുടെ കൈ ചലിപ്പിക്കരുത്, നമ്മൾ ഇളകരുത്. ഇങ്ങനെ പ്ലസ് ആയിട്ട് അത് അതിൻ്റെ ഡയറക്ഷൻ മാറിയത് കണ്ടോ. മെയിലിന് ഹെഡിൻ്റെ അവിടെ നിന്ന് ടൈലിൻ്റെ ഭാഗത്തേക്കാണ് ആണി ആടിക്കൊണ്ടിരുന്നത്. ഇത് നേരെ ക്രോസ് ആയിട്ടാണ് ചലിക്കുന്നത്. ഇറ്റ് മീൻസ് ഇത് ഫീമെയിലാണ്, കൺഫേം 100% കൺഫേം ഫീമെയിലാണ്. ഇനി ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ നിർവാഹമില്ല. എഗ് ചെയ്യാത്ത ബേഡ്, അതുപോലെ ആണുപെണ്ണെന്നൊക്കെ പറയില്ലേ, സോറി. അപ്പോൾ അതിനെ കാണിക്കുന്ന സമയത്ത് അത് ഈ ആണി റൗണ്ടായിട്ട് കറങ്ങും. അതാണ് ഈ ആണിയുടെയും നൂലിൻ്റെയും ഒരു ശാസ്ത്രം, ഒരു സയൻസ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.